കോട്ടപ്പടിക്ക് നമസ്കാരം. SL മീഡിയയിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വിശ്വസ്തനായ ദാസൻ, പ്രാർത്ഥനയുടെയും പുണ്യത്തിൻ്റെയും കാവലാൾ, ഒരു നല്ല ഇടയൻ എങ്ങനെയായിരിക്കണമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ദൈവപുരുഷനായിരുന്നു വർദ്ധച്ചൻ. മണ്ണറിഞ്ഞ് ജീവിച്ച വൈദികൻ, അൾത്താരയിൽ നിന്ന് ജനഹൃദയങ്ങളിലേക്ക് എത്തിയ വൈദികൻ. അങ്ങനെ വർദ്ധച്ചനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഏറെയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം നെഞ്ചിലേറ്റി ജനങ്ങൾക്കിടയിൽ ജീവിച്ച് അവരിൽ ഒരാളായി മാറിയ ഒരു പുണ്യപിതാവിൻ്റെ ഓർമ്മകൾക്ക് മുൻപിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്ന വർദ്ധച്ചൻ്റെ 112ാം ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ദേവാലയത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. കമ്മിറ്റികളുടെ സജീവമായ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് കമ്മിറ്റി കോർഡിനേറ്റേഴ്സിനോട് നമുക്ക് ചോദിച്ചറിയാം. ആദ്യമായി ഫിനാൻസ് കൺവീനറെ പരിചയപ്പെടാം. 112ാം വർദ്ധച്ചൻ ആഘോഷത്തിൻ്റെ ഫിനാൻസ് കമ്മിറ്റിയാണ് നിങ്ങൾ. ഞാൻ ഉണ്ട്, ജോസ് മാഷുണ്ട്, ബിജി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുറച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യമായിട്ട് തന്നെ പറയാം, കഴിഞ്ഞ കൊല്ലത്തെ പോലെ 175 ആൾക്ക് 5 കിലോൻ്റെ അരി ബാഗ് നമ്മൾ കൊടുക്കും. എല്ലാ ജാതി ആൾക്കാർക്കും അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ നമ്മൾ തിരുമധുരം എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം നമ്മൾ മാറ്റി ശ്രാദ്ധാമൃതം എന്ന് പറഞ്ഞിട്ട് പായസമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ടിന്നിലുള്ള പായസമാണ്. ഒരു 1000ഓളം ടിന്നുകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടോക്കണുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ വഴി അറിയിക്കും. അപ്പോൾ എല്ലാവരും അതിൽ സഹകരിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. പിന്നെ എല്ലാവർക്കും, ഈ നാട്ടുകാർക്കും കോട്ടപ്പടി ഇടവകളിലെ ആർക്കും എല്ലാവർക്കും വർദ്ധച്ചൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി പബ്ലിസിറ്റി കമ്മിറ്റിയെ പരിചയപ്പെടാം. സ്നേഹമുള്ള ഇടവക ജനങ്ങളെ, 112ാം വർദ്ധച്ചൻ ശ്രാദ്ധോഘോഷത്തോടനുബന്ധിച്ച് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചുമതലയാണ് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതിൽ എൻ്റെ സഹ കൺവീനർമാരായി ജിജോ ജോർജും അതുപോലെ തന്നെ ലെൻസൺ ലാസറുമാണ് എന്നോട് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഒരു മാറ്റങ്ങളോ കുറവുകളോ വരുത്താതെ ഇപ്രാവശ്യവും അതേപോലെ തന്നെ ശ്രാദ്ധോഘോഷം പരമാവധി മോടിയോടെ ഭംഗിയോടെ നടത്താൻ ഞങ്ങളുടെ കമ്മിറ്റി ഇതുവരെ അസാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ മനോഹരമായ ഒരു സപ്ലിമെൻ്റാണ് ഞങ്ങളുടെ കൺമുൻപിലുള്ളത്. അതിലേക്ക് ഇടവക ജനങ്ങളിൽ നിന്നും സമീപ ഇടവകളിൽ നിന്നും അന്യമതസ്ഥരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ CCTV ലൈവും TCV ലൈവ് പ്ലസ് യൂട്യൂബ് ലൈവ് SL മീഡിയയോട് ചേർന്ന് വൈഡായി എല്ലായിടത്തേക്കും വാർത്തകൾ എത്തിക്കാൻ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അതുപോലെ ജൂൺ 8 മുന്നോടിയായി 7-ാം തീയതി ഒരു വിളംബരജാല നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫൊറാന പള്ളികളിലേക്ക് നൽകുവാനായി സപ്ലിമെൻറ്റുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നതിനായി ജിജോ ജോർജിനെയും ലെൻസിനെയും ഞാൻ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ പ്രാവശ്യം പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് പാലിൽ ഫൊറാനയിലെ 14 പള്ളികളിലും അവരുടെ പാരിഷ് ബുള്ളറ്റിൻ വഴി പ്രോഗ്രാമിൻ്റെ വാർത്തകൾ കൊടുത്തുവരികയാണ്. അതുപ്രകാരം നമുക്കൊരു 7000 വീടുകളിലേക്ക് ഡയറക്റ്റ് നമ്മുടെ വർദ്ധച്ചൻ്റെ വാർത്തകൾ എത്തിച്ചേരുന്നതാണ്. ഒപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഞങ്ങൾ വാൾ പോസ്റ്റുകൾ അയച്ചുകൊണ്ട് കേരളം മൊത്തത്തിലെ വർദ്ധച്ചൻ്റെ പ്രവർത്തനങ്ങൾ അറിയുന്നതിന് വേണ്ടി വർദ്ധച്ചൻ ജോലി ചെയ്തിരുന്ന വയലത്തൂർ, മുണ്ടൂർ, എരനെല്ലൂര്, പാവറട്ടി, ചെർളയം അങ്ങനെ തുടങ്ങി പറപ്പൂക്കര വരെ എല്ലാ പള്ളികളിലേക്കും ഞങ്ങൾ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകളായ ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, അതുപോലെ ന്യൂസ് 18, ബിഗ് ന്യൂസ് എന്നിവയിലെല്ലാം സ്ക്രോളിംഗ് കൊടുത്തുകൊണ്ടും ഞങ്ങൾ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം പബ്ലിസിറ്റി ഒരുക്കിയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ലെൻസൺ നമ്മളോട് പറയുന്നതായിരിക്കും. ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങൾക്ക് പരസ്യങ്ങൾ തന്ന് സഹകരിച്ച എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാവരോടും പ്രത്യേകം നന്ദി. വർദ്ധച്ചൻ്റെ ശ്രാദ്ധത്തിനോട് അനുബന്ധിച്ച് എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും ലഭിക്കട്ടെ എന്നും എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ശ്രാദ്ധസദ്യ കൺവീനറിനെ പരിചയപ്പെടാം. 2026 ജൂൺ 8 കോട്ടപ്പടി ഇടവയിൽ നടക്കുന്ന വർദ്ധച്ചൻ്റെ ശ്രാദ്ധാഘോഷത്തിൻ്റെ കമ്മിറ്റിയാണ് ഫുഡ് കമ്മിറ്റി. അതിൽ കൺവീനറായ ബിജു കാക്കശ്ശേരി, പിന്നെ ഒന്ന് നമ്മുടെ ബാബു ജോൺ കൊട്ടേക്കാലി, ഡെന്നി മാറോക്കി. മുൻ വർഷങ്ങളിൽ നടത്തിയിരുന്നത് പോലെ തന്നെ ഈ വർഷവും അതിമനോഹരമായി തന്നെ
വർദ്ധച്ചൻ്റെ ശ്രാദ്ധ ഊട്ട് നടത്താനായിട്ട് കോട്ടപ്പടി പള്ളി തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു 15,000-ഓളം പേർക്കാണ് ഈ വർഷം ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഒരു 7,500-ഓളം പേര് പാർസലിനും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ബൊഫെ രീതിയിൽ ഒരു 7,500-ഓളം പേര്, അങ്ങനെ 15,000 പേർക്കാണ്. ഈ വർഷത്തെ ഭക്ഷണ ഇനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ചോറ്, അതുപോലെ തന്നെ സാമ്പാർ, പപ്പടം, അച്ചാറ്, പുളിഞ്ചി, ഉപ്പേരി, അവിയൽ, പിന്നെ ഗോതമ്പ് പായസം, അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു ശ്രാദ്ധ സദ്യയാണ് ഇപ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത്. കോട്ടപ്പടി ഇടവകയുടെ നാനാഭാഗത്തുള്ള പല മതസ്ഥരും ഈ ഒരു വർദ്ധച്ചൻ്റെ ശ്രാദ്ധ ഊട്ടിന് കടന്നു വരാറുണ്ട്. ഈ പ്രാവശ്യവും എല്ലാവരെയും കോട്ടപ്പടി ഇടവകയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ വർദ്ധച്ചൻ്റെ കബറിടത്തിലും പള്ളിയിലുമൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അവരെയൊക്കെ ഹൃദ്യമായി ഞാൻ ഒരിക്കൽ കൂടി ഈ വർദ്ധച്ചൻ്റെ ശ്രാദ്ധ ഊട്ടിലേക്ക് സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇനി പാഴ്സൽ കൺവീനറിനെ പരിചയപ്പെടാം. കൺവീനർ ജോൺസൺ വടക്കൻ, വിൻസെൻ്റ് വാഴപ്പള്ളി, തോമസ് TA. വർദ്ധച്ചൻ്റെ 112-ാം ശ്രാദ്ധത്തോടനുബന്ധിച്ച് പാർസൽ നാം ഒരുക്കിയിരിക്കുന്നത് 7,000 പാക്കറ്റുകളാണ്. 6 മണിക്ക് നമ്മൾ പാർസൽ ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വികാരച്ചൻ പാർസൽ വെഞ്ചരിച്ച് ഭക്തജനങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുത്ത് വർദ്ധച്ചൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഈ പാർസൽ നമ്മൾ ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് നേരത്തെ ഈ പാർസൽ പാക്ക് ചെയ്യുന്നതും വെഞ്ചരിച്ച് കൊടുക്കുന്നതും. അപ്പോൾ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുന്ന രീതിയിൽ എല്ലാവരും ഇതിൽ പങ്കാളികളാവണം. വർദ്ധച്ചൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഇടവകയിൽ മാത്രമല്ല മറ്റു ഇടവകളിലേക്കും നൽകപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ലിറ്റർജി കൺവീനറിനെ പരിചയപ്പെടാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. 2 കോരിന്തോസ് 2:15. തൻ്റെ വിശുദ്ധമായ ജീവിതത്താൽ ക്രിസ്തുവിൻ്റെ പരിമളമായി തീർന്ന ക്രിസ്തുവിൻ്റെ സുഗന്ധമായി കോട്ടപ്പടി ഇടവകയിൽ മാത്രമല്ല ചുറ്റുപാടുമുള്ള എല്ലാവരിലേക്കും ദൈവാനുഗ്രഹങ്ങൾ ഒഴുക്കുന്ന പുണ്യശ്ലോകനായ ബഹുമാന വർദ്ധച്ചൻ്റെ 112-ാം ശ്രാദ്ധാഘോഷം അതിമനോഹരമായി നടത്തുന്നതിൻ്റെ ഭാഗമായി ലിറ്റർജി കമ്മിറ്റി ജോയിൻറ്റ് കൺവീനർമാരായ ശ്രീ രാജൻ, ശ്രീമതി സിമി പനക്കൽ എന്നിവർ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ജൂൺ 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ദിവ്യബലി ഏറ്റെടുത്ത് നടത്തി ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചു വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും പേരുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 8 ദിനങ്ങളിലേക്കും ആഘോഷമായ തിരുക്കർമ്മങ്ങൾ നടത്തുന്നതിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുക, മറ്റ് ഒരുക്കങ്ങൾ നടത്തുക, മദ്ബഹ അലങ്കരിക്കുക എന്നിങ്ങനെയുള്ള ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുവാനായി ഞങ്ങൾ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട പാറേക്കാട്ട് വർദ്ധച്ചൻ്റെ സ്മരണാർത്ഥം നടത്തപ്പെടുന്ന ദിവ്യബലികളിൽ എല്ലാ ഇടവക ജനങ്ങളും നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് ഈ ദിവ്യബലിയിലും എല്ലാ അനുഗ്രഹങ്ങളും നേടിത്തരാൻ സർവേശ്വരനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ഭക്തിയോടും വലിയ സ്നേഹത്തോടും കൂടി നമുക്ക് വർദ്ധച്ചൻ്റെ മാധ്യസ്ഥം തേടാം. അടുത്തതായി ഡെക്കറേഷൻ കൺവീനറിനെ പരിചയപ്പെടാം. പുണ്യശ്ലോകനായ വർദ്ധച്ചൻ്റെ 112-ാം ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് ഡെക്കറേഷൻ കമ്മിറ്റി അംഗങ്ങളാണ് അന്ന ബാബു, നാൻസി കുര്യാക്കോസ്, അതുപോലെ ജോജു വെള്ളറ. ബഹുമാനപ്പെട്ട വൈദികരുടെയും കൈക്കാരന്മാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വലിയ ആർഭാടങ്ങളില്ലാതെ മിതമായ രീതിയിൽ എന്നാൽ ഒട്ടും മോശമാവാത്ത രീതിയിലുള്ള അലങ്കാര പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദേവാലയവും ദേവാലയ പരിസരവും വർദ്ധച്ചൻ്റെ കബറിടവും സ്മാരക ഹാളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ അലങ്കാര പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ഇടവകയിലെ ധാരാളം നല്ലവരായ വ്യക്തികൾ സാമ്പത്തികമായി നമ്മളെ ധാരാളം സഹായിച്ചിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള ധാരാളം വ്യക്തികൾ അലങ്കാര പ്രവർത്തനത്തിനായി തയ്യാറായിട്ടും വന്നിട്ടുണ്ട്. പുണ്യശ്ലോകനായ വർദ്ധച്ചൻ്റെ മാധ്യസ്ഥം വഴി എല്ലാം നല്ല രീതിയിൽ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി വോളണ്ടിയർ കൺവീനറെ പരിചയപ്പെടാം. വർദ്ധച്ചൻ്റെ 112-ാം ശ്രാദ്ധത്തിനു വേണ്ടി വോളണ്ടിയർ കമ്മിറ്റി കൺവീനറാണ് ജാക്സൺ VF. കൂടെ പ്രവർത്തിക്കുന്നത് റെജി ഡൊമിനിക്, റീന ജെയ്സൺ. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വിപുലമായ വോളണ്ടിയർ സേനയാണ് ഇപ്രാവശ്യവും. എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കുന്നതിനു വേണ്ടിയും ഭക്തജനങ്ങൾക്ക് സുഗമമായി ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിനും നേർച്ച സദ്യയിൽ തിക്കും തിരക്കും കൂടാതെ അതിൽ സംബന്ധിച്ചു പോകാനുമായിട്ട് എല്ലാവിധ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഇപ്രാവശ്യവും വർദ്ധച്ചൻ മണ്ഡപം, അതുപോലെ വർദ്ധച്ചൻ കബറിടം, വർദ്ധച്ചൻ മ്യൂസിയം, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വാളണ്ടിയർ സേനയുടെ പ്രവർത്തനം സജ്ജമാണ്. അതുപോലെ തന്നെ കാർ പാർക്കിംഗ് ഏരിയകളിലും അതിൽ ഇപ്രാവശ്യം ആദ്യമായി നമ്മൾ പള്ളി കോമ്പൗണ്ടിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പരിമിതികളോടെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പള്ളി ഗ്രൗണ്ടിലും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാളണ്ടിയർ കമ്മിറ്റി ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനമാണ് വാഹന വെഞ്ചിരിപ്പ്. ഇപ്രാവശ്യം ജൂൺ 3-ാം തീയതി ബുധനാഴ്ച വൈകിട്ടുള്ള വർദ്ധച്ചിൻ്റെ കുർബാനയ്ക്ക് ശേഷമാണ് വാഹന വെഞ്ചിരിപ്പ് നടത്തുന്നത്. അതുപോലെ തന്നെ ജൂൺ 7-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കാവീട് പള്ളിയിൽ നിന്നും നമ്മുടെ കോട്ടപ്പടി പള്ളിയിലേക്ക് ജപമാല റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ആ ജപമാല റാലിയിൽ കാവീട് പള്ളിയിലെ ജനങ്ങളും അതുപോലെ കോട്ടപ്പടി പള്ളിയിലെ നമ്മുടെ കോട്ടപ്പടി പള്ളിയിലെ അംഗങ്ങളും ധാരാളം പേർ പങ്കെടുക്കുന്ന ജപമാല റാലി 4 മണിക്ക് ആരംഭിച്ച് ഇവിടെയുള്ള വൈകിട്ടുള്ള വർദ്ധിച്ചിട്ട് കുർബാനയ്ക്ക് മുമ്പായി പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. തുടർന്നുള്ള വാളണ്ടിയർ കമ്മിറ്റിയുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി റീന ജെയ്സന്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 7-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് കാവീട് സെൻറ് ജോസഫ് പള്ളിയിൽ നിന്നും കോട്ടപ്പടി പള്ളിയിലേക്ക് ദീപശിഖ പ്രയാണം നടത്തുന്നതാണ്. കാവീട് ഇടവകയിലെ ജനങ്ങളും കോട്ടപ്പടി ഇടവകയിലെ ജനങ്ങളും അതിൽ പങ്കെടുക്കാറുണ്ട്. വർദ്ധച്ചിൻ്റെ ഈ 112-ാം ശ്രാദ്ധത്തിന് എല്ലാവരും പങ്കുചേർന്ന് അനുഗ്രഹങ്ങൾക്ക് പ്രാപിക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഇനി തുലാഭാരം കൺവീനറെ പരിചയപ്പെടാം. 2026 112-ാം വർദ്ധച്ചിൻ്റെ ശ്രാദ്ധാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള തുലാഭാരം കമ്മിറ്റിയുടെ കൺവീനർ സെബി താണിക്കൽ, ജോയിൻറ്റ് കൺവീനർമാരായ 1 ലിംസേച്ചി, 1 ബാബു പോന്നൂര്. ഈ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വർദ്ധച്ചൻ്റെ അനുഗ്രഹത്താൽ വന്നുള്ള ആൾക്കാരുടെ നേർച്ചയായിട്ടുള്ള തുലാഭാരവും പിന്നെ നമ്മളൊരു പുതിയൊരു വിശിഷ്ട വ്യക്തിയെ കൊണ്ട് നമ്മൾ തുലാഭാരം ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിന് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർദ്ധച്ചൻ്റെ ഈ ശ്രാദ്ധാഘോഷത്തിന് എല്ലാവിധ ആശംസകളും തുലാഭാരം കമ്മിറ്റിയുടെ വക നേർന്നുകൊള്ളുന്നു. അടുത്തതായി കാർഷിക വിപണന കൺവീനറെ പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട വർദ്ധച്ചൻ കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന കാർഷിക വിപണന മേള എല്ലാ കൊല്ലവും വളരെ ഭംഗിയായി തന്നെ കോട്ടപ്പടി ഇടവകയിൽ ശ്രാദ്ധത്തോടനുബന്ധിച്ച് നടത്തി വരാറുണ്ട്. ജൂൺ മാസം 7, 8, 9 എന്നീ തീയതികളിലാണ് ഈ വിപണനമേള ഇവിടെ ഉണ്ടാകാറ്. നമ്മുടെ തൃശ്ശൂരിലെ തന്നെ പല ഭാഗത്തു നിന്നും വരുന്ന അനേകായിരം ജനങ്ങൾ ഈ വർദ്ധച്ചൻ്റെ ശ്രാദ്ധത്തിന് വേണ്ടി വരികയും അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു കൃഷി വിപണനങ്ങളോ ഇവിടെ നിന്നും വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. ഈ വിപണനമേള വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ നടത്തപ്പെടാറുമുണ്ട്. കൂടുതലായിട്ട് നമ്മൾ വർദ്ധച്ചനെ അറിയുവാനും വർദ്ധച്ചൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ടാണ് ഇത് ഇവിടെ നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ വർദ്ധച്ചൻ കർമ്മസമിതി ഇവിടെ വർഷങ്ങളായി 2012 രൂപം കൊണ്ടു. അതിനുശേഷം ഈ എല്ലാ മാസവും നമ്മൾ 8-ാം തീയതി ഇവിടെ ഊട്ട് നടത്താറുണ്ട്. കൊല്ലത്തിലൊരിക്കൽ ജൂൺ 8-ാം തീയതിയാണ് വളരെ വിപുലമായിട്ട് തന്നെ നമ്മളിവിടെ ശ്രാദ്ധം ആചരിക്കുക. അതുപോലെ തന്നെ ഇതിനെ കോട്ടപ്പടി ഇടവകയിൽ തന്നെ വന്യവൈദികരും കൈക്കാരന്മാരും അതുപോലെ തന്നെ ഇടവക ജനങ്ങളും കർമ്മസമിതിയുടെ എല്ലാ അംഗങ്ങളും അതിലുപരി തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകിച്ച് ഈ വർദ്ധച്ചൻ വിപണന മേളയിൽ പങ്കെടുക്കുന്ന കൺവീനർമാരും റോസ്മേരി, റീന ആൻഡീസ് ഇവരെല്ലാം, അതോടൊപ്പം തന്നെ ബെന്നി പനക്കൽ, ഇവരെല്ലാം നമുക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാ അളവിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം വർദ്ധച്ചൻ്റെ നാമകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എത്രയും പെട്ടെന്ന് വർദ്ധച്ചൻ്റെ ഈ നാമകരണ പരിപാടിയിൽ നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അവസാനമായി ലേലം ആൻഡ് അനൗൺസ്മെൻറ്റ് കൺവീനറെ പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. ചുങ്കത്ത് പാറക്കെട്ട് വർദ്ധച്ചൻ്റെ 112 ശ്രാദ്ധ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലേലം അനൗൺസ്മെൻറ്റിൻ്റെ കൺവീനറാണ്. എൻ്റെ കൂടെ ഉള്ളത് ജോൺസൺ CJ, ഒരാൾ കൂടി ഉണ്ട് സൈസൺ മാറോക്കി. ഇപ്രാവശ്യം വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഞങ്ങൾ
അപ്പം നൽകുന്നതായിരിക്കും. ഇപ്രാവശ്യത്തെ ലേലം വിളി 1 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 2 മണിക്കായിരുന്നു. ഇപ്രാവശ്യം സാധനങ്ങളുടെ ലഭ്യത കൂടുതലായതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ 1 മണിക്കാണ് നമ്മൾ ലേലം വിളി നടത്താൻ ഉദ്ദേശിക്കുന്നത്. വർദ്ധച്ചൻ്റെ എല്ലാ ദിവസങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിത് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ മെയിൻ ഹാളിൽ നമുക്ക് വർദ്ധച്ചന് നമുക്കുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ അത്ഭുതങ്ങളോ ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വർദ്ധച്ചൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോടൊപ്പം തന്നെ ഇന്ന് ആ ദിവസങ്ങളിൽ ഉപയോഗിച്ച് ബാക്കിയുണ്ടായ ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തന്നെ പായ, അങ്ങനെ ഒട്ടുമൊക്ക ഒരു നമ്മുടെ ലേലം വിളിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ലേലം വിളിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വർദ്ധച്ചൻ്റെ വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങൾ സംഭാവനയായിട്ട് കൊടുക്കാൻ സൗകര്യമുണ്ട്. അത് തലേദിവസമൊക്കെ ആയിട്ട് കൊടുക്കാം. അതൊക്കെ നമ്മൾ ഉപയോഗിക്കും. ശ്രാദ്ധാചരണത്തിനോടനുബന്ധിച്ച് ജൂൺ 1-ാം തീയതി വൈകിട്ട് 6 മണിത്തെ കുർബാനയ്ക്ക് ശേഷം കുട്ടികളുടെ എഴുത്തിനിരുത്ത് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ മാതാപിതാക്കളും സഹകരിക്കുമല്ലോ. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ദിവസം ഉണ്ടാകട്ടെ. വർദ്ധച്ചൻ്റെതായ എല്ലാ മധ്യസ്ഥവും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട ചുങ്കത്ത് പാറേക്കാട്ട് വർദ്ധച്ചൻ്റെ 112-ാം ശ്രാദ്ധാചരണത്തിനുള്ള ഒരുക്കങ്ങൾ നമ്മളുടെ ഇടവകയിൽ പുരോഗമിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും സഹകൈക്കാരന്മാരുടെയും സബ് കമ്മിറ്റി അംഗങ്ങളുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഈ അവസരത്തിൽ നമുക്ക് ഇടവകയിൽ കാണാവുന്നതാണ്. ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇടവക ജനങ്ങളും സമൂഹത്തിൽ നിന്ന് പുറത്തുള്ള നമ്മുടെ ഇടവകങ്ങളല്ലാത്ത മറ്റുള്ളവരുടെയും എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വർദ്ധച്ചൻ്റെ അനുഗ്രഹപ്രാപ്തിക്കായി കൂട്ടായി പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു നാടിൻ്റെ സമഗ്ര വളർച്ചയ്ക്കായി മുന്നിൽ നിന്ന് പ്രയത്നിച്ച ഒരു ക്രാന്തദർശിയായിരുന്നു വർദ്ധച്ചൻ. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനമായി ജൂൺ 8-ാം തീയതി കോട്ടപ്പടി ഇടവക എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.